കാമുകിയുടെ കൂടെ ഫുട്ബോൾ മാച്ച് കാണാനായി ചെന്നതാണ്. എന്നാൽ അവിടെ നിന്ന് നമ്മുടെ കഥാനായകനായ വിൽ സ്മിത്ത് ചെറിയ ചെറിയ ബെറ്റ് വെക്കാനായി തുടങ്ങി. എന്നാൽ അത് ചെന്ന് അവസാനിച്ചത് മില്യൺസ് ഓഫ് US ഡോളേഴ്സിന്റെ ബെറ്റിലാണ്. അങ്ങനെ ബെറ്റ് വെച്ച് അത് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. എന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് 2015 പുറത്തിറങ്ങിയ ഫോക്കസ് എന്ന ഒരു അടിപൊളി സിനിമയാണ്. സോ ഇതാണ് നമ്മുടെ കഥാനായകനായ നിക്കി. ആള് പണക്കാരൊക്കെ വരുന്ന വലിയ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആ സമയം ഒരാൾ ഒറ്റക്ക് വന്ന ഒരു സ്ത്രീ വശീകരിക്കാനായി നോക്കുന്നത് കാണാം. ആ സ്ത്രീയാണ് ജസ് എന്ന് പേരുള്ള നമ്മുടെ കഥാനായിക. ജസ് അദ്ദേഹത്തോട് പറയാണ്, ഞാൻ ഒറ്റക്കല്ല, എന്റെ ബോയ് ഫ്രണ്ട് വരുന്നുണ്ട്, അവൻ ഇവിടെ എത്താനായി. ഓ ദാ അവൻ എത്തി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ ഹീറോന്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്. ഹേയ്, നിങ്ങൾ സീരിയൽ കില്ലർ ഒന്നും അല്ലല്ലോ, പ്ലീസ് എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഒന്ന് അഭിനയിക്കാമോ? അങ്ങനെ അവര് രണ്ടുപേരും പരിചയപ്പെട്ടു. അതേപോലെ പുള്ളിക്കാരി നിക്കിനെ അന്ന് രാത്രി തന്റെ റൂമിലേക്കും ക്ഷണിച്ചു. അങ്ങനെ അവര് ഒന്നിച്ച് കിടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരുത്തൻ കതക് തുറന്നു വന്നത്. ജസ് പറയാണ്, അയ്യോ എന്റെ ഭർത്താവാണ് അത് എന്ന്. അദ്ദേഹം ദേഷ്യത്തിൽ വന്ന് ഹീറോന്റെ നേർക്ക് തോക്കു ചൂണ്ടുകയാണ്. പക്ഷെ ഹീറോ ഒരു പേടിയുമില്ലാതെ കിടക്കുകയാണ്. എനിക്ക് മരിക്കാൻ ഭയമൊന്നുമില്ല, എനിക്ക് ഓൾറെഡി ക്യാൻസർ ആണ്, അങ്ങനെ എന്തൊക്കെയോ ഹീറോ വളരെ കൂളായിട്ട് പറയുകയാണ്. ഇതൊക്കെ കേട്ട് ജസ്സും ഭർത്താവ് എന്ന് പറയുന്നവരും ഷോക്കായി. എന്നിട്ട് എഴുന്നേറ്റ് ഹീറോ വളരെ കൂളായിട്ട് തന്നെ ജാക്കറ്റ് ഒക്കെ ധരിക്കുകയാണ്. സോ ആക്ച്വലി അത് ജസ്സിന്റെ ഭർത്താവ് ഒന്നുമല്ല, അവന്മാര് കള്ളന്മാരാണ്. ഇതുപോലെ പണക്കാരെ ടാർഗറ്റ് ചെയ്ത് റൂമിൽ കൊണ്ടുവന്ന് അവരുടെ പണം തട്ടും. ഈ ഹണി ട്രാപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ. എന്നാൽ ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ജസ്സിന്റെ കൂടെ നിക്കി റൂമിലേക്ക് വന്നത്. അപ്പോ ജസ്സിന്റെ തൊഴിൽ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആൾ ഒരു കള്ളിയാണ്. ഇനി നമ്മുടെ ഹീറോന്റെ തൊഴിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ജസ് നടന്നു പോകുന്ന സമയത്ത് ജസ്സിന്റെ പിന്നാലെ നിക്കി വരികയാണ്. എന്നിട്ട് ജസ്സിനെ കോഫി കുടിക്കാനായിട്ട് ക്ഷണിച്ചു. അങ്ങനെ അവിടുന്ന് അവരെ കുറിച്ച് സംസാരിക്കുകയാണ്. സോ നിക്കി ആള് ഭയങ്കര ബുദ്ധിശാലിയാണ്. ആൾക്കാരുടെ സൈക്കോളജിയൊക്കെ നോക്കി അവരുടെ ഫോക്കസ് തെറ്റിച്ച് മോഷ്ടിക്കാനൊക്കെ അറിയാം. പണ്ട് തന്റെ മുത്തശ്ശനും അച്ഛനും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ് ഒരു പണക്കാരന്റെ പണം തട്ടാൻ വേണ്ടി. എന്നാൽ പിടിക്കപ്പെടാനായാല് മുത്തശ്ശിന്റെ തന്നെ ഒരു ട്രിക്ക് ഉണ്ട്. അതിനെയാണ് ടൊർണേഡോ പാനിക് ബട്ടൺ എന്ന് പറയുന്നത്. അതായത് സ്വന്തം പാർട്ട്ണറിനെ തന്നെ ഷൂട്ട് ചെയ്ത് അവരെ ഡിസ്ട്രാക്ട് ചെയ്യുക. അങ്ങനെ മുത്തശ്ശനാണ് ഇത് കണ്ടുപിടിച്ചത്. സോ അങ്ങനെ അവര് പിടിക്കപ്പെടാനായപ്പോൾ നിക്കിയുടെ അച്ഛൻ മുത്തശ്ശനെ, അതായത് സ്വന്തം അച്ഛനെ തന്നെ ഷൂട്ട് ചെയ്യുകയാണ്. സോ നിക്കി തന്റെ അച്ഛനുമായിട്ട് തെറ്റിലാണ്. അങ്ങനെ പല കാര്യങ്ങൾ നിക്കി ജസ്സിനോട് പറഞ്ഞു. പുള്ളിക്കാരിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. തന്നേക്കാൾ വലിയ കള്ളനാണ് നിക്കി എന്ന് പറഞ്ഞിട്ട്. സോ പുള്ളിക്കാരിക്ക് നിക്കിയുടെ കൂടെ കൂടണം, എന്നിട്ട് നിക്കിയുടെ ട്രിക്സ് ഒക്കെ പഠിക്കണം. എന്നാൽ അതൊന്നും ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് നിക്കി എഴുന്നേറ്റ് പോയപ്പോൾ നിക്കിയുടെ പിന്നാലെ ജസ്സും പോവുകയാണ്. അങ്ങനെ നിക്കി പുള്ളിക്കാരോട് പറയണം, ആൾക്കാരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലുത്. ഈ സമയം നിക്കി ജസ്സിന്റെ മോതിരം അടിച്ചു മാറ്റി. എന്നിട്ട് പുള്ളിക്കാരിയെ ഒന്ന് റൊമാൻറ്റിക് ആയി കറക്കുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ വാച്ചും അടിച്ചു മാറ്റി. അങ്ങനെ നിക്കി ഓരോ സാധനങ്ങൾ ജസ് അറിയാതെ അടിച്ചു മാറ്റി പുള്ളിക്കാരിക്ക് തന്നെ കൊടുക്കുകയാണ്. ജസ് നിക്കിയുടെ സ്കില്ലൊക്കെ കണ്ട് ശരിക്കും ഷോക്കായി. കാരണം ജസ് നിക്കി എടുക്കുന്നത് അറിയുന്നത് പോലുമില്ല. ഒരാളുടെ ഫോക്കസും അറ്റൻഷനും വളരെ നിസ്സാരമായിട്ട് നിക്കിക്ക് പിടിച്ചെടുക്കാൻ കഴിയും. എന്തായാലും നിക്കി പോകുന്ന സമയത്ത് നമ്മുടെ ജസ്സിന് നിക്കിയോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. സോ ഇവിടെ ഒരു ദിവസം നിക്കിയെ കാണാനായി ജസ് വന്നു. എന്നിട്ട് നിക്കിയോട് പ്ലീസ് എന്നെയും നിന്നെ ടീമിൽ എടുക്കുക പറയുകയാണ്. എന്നാൽ നീ വെറും ഒരു ബിഗിനർ ആണ്, നിന്നെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല എന്നൊക്കെ നിക്കി പറയാണ്. പ്ലീസ് എന്നാൽ എനിക്കൊരു ചാൻസ് താ, ഞാൻ പ്രൂവ് ചെയ്യാം എന്ന് ജസ് പറഞ്ഞപ്പോൾ ശരി ഞാൻ നിനക്കൊരു അവസരം തരാം എന്ന് നിക്കി ജസ്സിനോട് പറയുകയാണ്. സോ ഇവിടെ ജസ് നിക്കിയുടെ ടീം മെമ്പേഴ്സിന്റെ കൂടിയാണുള്ളത്. ഇവർ എല്ലാവരും പ്രൊഫഷണൽ കള്ളന്മാരാണ്, അഥവാ നിക്കിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ്. സോ എന്താണ് ഇവരുടെ പ്ലാൻ, അതാണ് ചോദ്യം. ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അവിടെ ധാരാളം പണക്കാരായിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. അവരുടെ വാച്ച്, വാലറ്റ്, മൊബൈല്, ബാഗ്, ചെരുപ്പ് എന്നിങ്ങനെ വിലപിടിപ്പുള്ള എല്ലാം അടിച്ചു മാറ്റുക, അതാണ് പ്ലാൻ. ഈ പണക്കാരുടെ എല്ലാ സാധനങ്ങളും വില പിടിച്ചതാണ്. അവർ ധരിക്കുന്ന ചെരുപ്പിന് വരെ ലക്ഷങ്ങളാണ് വില. സോ ഇവിടെ ജസ്സിന്റെ പെർഫോമൻസ് നിക്കി മുകളിൽ നിന്ന് നോക്കുന്നത് കാണാം. ജസ് നല്ല അടിപൊളിയായിട്ട് തന്നെ ആൾക്കാരെ കബളിപ്പിച്ച് അവരെ ട്രിക്ക് ചെയ്ത് അവരുടെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റുന്നുമുണ്ട്. സോ ഇതൊക്കെ കണ്ട് നമ്മുടെ നിക്കി ഇംപ്രസ്ഡ് ആയി. അതേപോലെ ജസ്സിനെ തന്നെ ടീമിൽ എടുക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല, അതിനുശേഷം വലിയ വലിയ മാച്ചസ് നടക്കുന്ന സ്റ്റേഡിയത്തിൽ നിന്ന് വലിയ പണക്കാർ വരുന്ന ബാറ്, കസിനോ ഇവിടെയൊക്കെ പോയി അവര് മില്യൺസ് ഓഫ് US ഡോളേഴ്സിന്റെ കവർച്ചയാണ് നടത്തുന്നത്. ഇവിടെ ഒരാൾ ATM-ൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കാണാം. എന്നാൽ അദ്ദേഹം പോയതിനു ശേഷം ഒരുത്തൻ വന്ന് ആ ATM എടുക്കുകയാണ്. അതായത് അതൊരു ഫേക്ക്
ATM ആണ്. അതായത് നമ്മുടെ ഹീറോ തന്നെ സ്ഥാപിച്ച ഫേക്ക് ആയിട്ടുള്ള ATM ആണ് ഇത്. ഈ ഫേക്ക് ATM എടുത്തു കൊണ്ടുവരുന്നവനാണ് നമ്മുടെ ഹീറോന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ഫർഹദ്. അങ്ങനെ ഫർഹദിന് നിക്കി ജസ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നൊക്കെയുണ്ട്. സോ ഇതാണ് ഇവരുടെ താവളം. ഇവിടെയാണ് അവര് മോഷ്ടിച്ച എല്ലാ സാധനങ്ങളും ഉള്ളത്. അവിടെ നിക്കിയുടെ കീഴിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുമുണ്ട്. അവിടുന്ന് ഒരു നെക്ലസ് കണ്ടപ്പോൾ ജസ്സിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്നാൽ നിക്കി അത് എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. മോഷ്ടിച്ച സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അത് റിസ്ക് ആണ്. അതുകൊണ്ട് അത് വിറ്റ് കാശാക്കി അതിന്റെ വിഹിതം മാത്രമേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുകയുള്ളൂ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ലക്ഷറി വാച്ചസ്, തൗസൻഡ്സ് ഓഫ് US ഡോളേഴ്സ്, ഗോൾഡ്, ഡയമണ്ട്, അങ്ങനെ എല്ലാം ഇവന്മാര് മോഷ്ടിച്ചതാണ്. സോ ഇവിടെ ഒരു മോഷണത്തിനായി വന്നതാണ് ഫർഹദും ജസ്സും. ഇവരും നല്ല കമ്പനി ആവുന്നുണ്ട്. തന്റെ ഭാര്യയുടെയും മക്കളുടെയും പട്ടിയുടെ ഒക്കെ ഫോട്ടോസ് ജസ്സിന് കാണിച്ചു കൊടുക്കുകയാണ്. ആള് നല്ല തമാശക്കാരനാണ്. അങ്ങനെ അവര് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഫർഹദിന് ഹാർട്ട് അറ്റാക്ക് ആവുകയാണ്. അതായത് അഭിനയമാണ്. ഫ്രാങ്ക് എന്ന് വിളിച്ച് ജസ് ഫർഹദിന്റെ അടുത്ത് പോയി കരയുകയാണ്. ഈ സമയം അവിടെ നോക്കാനെ വരുന്നവരുടെയൊക്കെ വാച്ചസ്, പേഴ്സ് ഒക്കെ ജസ് അടിച്ചു മാറ്റുന്നുണ്ട്. അതേപോലെ അവിടെ നിക്കിയുടെ മറ്റു ടീം മെമ്പേഴ്സും ഉണ്ട്. അവരും മോഷണം നടത്തുന്നുണ്ട്. ഇവിടെ ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ച ഫർഹദിനെ ആംബുലൻസിൽ കൊണ്ടുപോവുകയാണ്. ആ ആംബുലൻസ് നമ്മുടെ നിക്കിയുടേതാണ്. സോ ഇവിടെ ഈ ആഴ്ചത്തെ അവരുടെ വർക്ക് തീർന്നു. നിക്കി തന്റെ മെമ്പേഴ്സിന് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു. എന്നിട്ട് അവരോട് സന്തോഷ വാർത്ത പറയുകയാണ്. അതായത് ഈ ആഴ്ച നമ്മൾ റെക്കോർഡ് സെറ്റ് ചെയ്തു. എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് നമ്മുടെ പ്രോഫിറ്റ് 1.2 മില്യൺ US ഡോളേഴ്സ് ആണ്. എല്ലാവർക്കും തിരിച്ചു നാട്ടിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, താമസം അതൊക്കെ ലഭിക്കും. നിങ്ങളുടെ വിഹിതം ഞാൻ അയച്ചു തരും. സോ ഇവിടെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് 1.2 മില്യൺ US ഡോളേഴ്സ് ഉള്ള ബാഗ് നിക്കിയുടെ സുഹൃത്ത് ഹോർസ്റ്റ് നിക്കിക്ക് കൊടുക്കുന്നത് കാണാം. അതേപോലെ നീ സേഫ് ആവണം, ദയവ് ചെയ്ത് ബെറ്റ് വെച്ചിട്ടും ഗാമ്പിൾ ചെയ്തിട്ടും കാശ് കൊണ്ട് കളയരുത് എന്നും ഹോർസ്റ്റ് നിക്കിയെ വാൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ജസ്സിനെ നിക്കി നാളെ ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ട്, നീ വരുന്നു എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോ പുള്ളിക്കാരിക്ക് ഒരുപാട് സന്തോഷമായി. എന്തോ നിനക്ക് ടിക്കറ്റ് കിട്ടിയോ, ഇതാണോ ടിക്കറ്റ് എന്ന് ചോദിച്ച് നിക്കിയുടെ പോക്കറ്റിൽ നിന്ന് ജസ് ടിക്കറ്റ് അടിച്ചു മാറ്റി നിക്കിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിക്കി പഠിപ്പിച്ച ട്രിക്സ് ഇപ്പോൾ ജസ് നിക്കിയുടെ അടുത്ത് തന്നെ എടുക്കുകയാണ്. സോ അന്ന് രാത്രി അവരെ ഒന്നിച്ചാണ്. ജസ് നിക്കിയോട് ചോദിക്കാണ്, നിനക്ക് മെല്ലോ എന്നൊരു പേര് കൂടി ഉണ്ട് എന്ന് ഞാൻ കേട്ടല്ലോ, അത് സത്യമാണോ? അപ്പോൾ നിക്കി പറയാണ്, എന്റെ അച്ഛനാണ് എന്നെ അങ്ങനെ വിളിക്കാൻ തുടങ്ങിയത്, എനിക്കെന്നാൽ ആ പേര് തീരെ ഇഷ്ടമല്ല. എന്റെ അച്ഛൻ പറയും ഈ ലോകത്ത് രണ്ടു തരം ആൾക്കാരുണ്ട്, ഒന്ന് ഹാമർ, മറ്റൊന്ന് നെയിൽസ്. ഞാൻ വളരെ സോഫ്റ്റ് ആണ്, എന്നെ ഈ പണിക്ക് ഒരിക്കലും പറ്റത്തില്ല, ഞാൻ വളരെ സോഫ്റ്റ് ആണ്, അതുകൊണ്ട് എന്നെ മാർഷ് മെല്ലോ എന്ന് അച്ഛൻ കളിയാക്കി വിളിക്കുന്നതാണ്. അതാണ് മെല്ലോ. മെല്ലോ എന്ന പേര് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടവുമല്ല, എന്റെ അച്ഛൻ മാത്രമേ എന്നെ അങ്ങനെ വിളിക്കാറുള്ളൂ. സോ ഇവിടെ അവര് ഫുട്ബോൾ മാച്ച് കാണാനായി വന്നിട്ടാണുള്ളത്. സോ ഇത് സാധാരണ ഫുട്ബോൾ മാച്ച് അല്ല കേട്ടോ, ഇത് അമേരിക്കൻ ഫുട്ബോൾ മാച്ച് ആണ്. സോ ഇവിടെ ഇവര് രണ്ടുപേരും VIP സെക്ഷനിൽ ഇരുന്നു കൊണ്ടാണ് മാച്ച് കാണാനായി പോകുന്നത്. ജസ് ആള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്നാൽ ഈ സമയം പുള്ളിക്കാരി വേറൊരു കാര്യം കൂടി നിക്കിയോട് പറയാണ്. അതായത് എനിക്ക് ഫുട്ബോൾ ഇഷ്ടമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഫുട്ബോൾ കാണുന്നത് തന്നെ, എനിക്കിതിന്റെ റൂൾസ് ഒന്നും അറിയത്തില്ല. എന്നിട്ടാണോ നീ ടിക്കറ്റ്സ് കിട്ടിയപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയത്? ഞാൻ എക്സൈറ്റഡ് ഒക്കെ തന്നെയാണ്, പക്ഷെ എനിക്ക് ഗെയിം മനസ്സിലാവത്തില്ല എന്നേ ഉള്ളൂ. ശരി, 2-3 മണിക്കൂർ എന്തായാലും മാച്ച് ഉണ്ടാവും, അതുവരെ നീ ബോറടിച്ചിരിക്കേണ്ട, നമുക്കൊരു ഗെയിം കളിക്കാം. ഇവിടെ ഒരുത്തിന് ഹോട്ട് ഡോഗ് വിൽക്കുന്നത് കാണാം. അവൻ ആ ഹോട്ട് ഡോഗ് ദൂരെ ഇരിക്കുന്ന ഒരുത്തിന് എറിഞ്ഞു കൊടുക്കാനായി പോവുകയാണ്. അവൻ അത് പിടിക്കത്തില്ല എന്ന് പറഞ്ഞ് $1 നിക്കി ബെറ്റ് വെച്ചു. അവൻ അത് എന്തായാലും പിടിക്കുമെന്ന് പറഞ്ഞ് $1 ജസ്സും ബെറ്റ് വെച്ചു. സോ അവന് പിടിച്ചിട്ടില്ല, നിക്കി ബെറ്റ് ജയിച്ചു. സോ ഇവിടെ സ്റ്റേഡിയത്തിൽ വേവ്സ് വരുന്നത് കാണാം. അപ്പോൾ ജസ് അടുത്ത ബെറ്റ് വെക്കുകയാണ്. അതായത് അവിടെ ശരീരത്തിൽ പെയിന്റ് ചെയ്ത ഒരുത്തനെ കണ്ടോ, അവൻ മാത്രം വേവ്സിൽ എഴുന്നേൽക്കത്തില്ല. അങ്ങനെ ജസ് ബെറ്റ് വെക്കുകയാണ്. അവൻ എഴുന്നേറ്റാൽ നിക്കി ബെറ്റ് ജയിക്കും. അവൻ എഴുന്നേറ്റിട്ടില്ല, ജസ് ബെറ്റ് ജയിച്ചു. അവർ രണ്ടുപേരും ഡ്രോ ആയി. സോ ഇവര് ഈ ബെറ്റ് വെച്ച് കളിക്കുന്നതൊക്കെ ലുവാൻ എന്ന ഈ ചൈനക്കാരൻ കാണുന്നുണ്ട്. സോ ഇദ്ദേഹം കോടീശ്വരനായ ഒരു ചൈനീസ് ഗാംബ്ലർ ആണ്. സോ ഇവിടെ നിക്കി ജസ്സിന്റെ കൂടെ അടുത്ത ബെറ്റ് വെക്കുകയാണ്. അതായത് ഒരു സ്ത്രീ ഷോർട്സ് ധരിച്ച് ഇപ്പോൾ നടന്നു പോകും. അവൾ നടന്നു പോകുന്ന സമയത്ത് എത്ര പേര് അവളെ തിരിഞ്ഞു നോക്കും, ക്ലോസസ്റ്റ് നമ്പർ വിജയിക്കും. സോ ജസ് 8 എന്ന് പറഞ്ഞു, നിക്കി 8 അത്രയൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് 3 എന്ന് പറയാണ്. അപ്പോൾ ചൈനക്കാരന് 5 എന്നും പറയാണ്. എനിക്ക് നിങ്ങളുടെ ഗെയിം ഇഷ്ടപ്പെട്ടു, ഞാനും കൂടെ ജോയിൻ ചെയ്തോട്ടെ. യെസ് സർ, അതിനെന്താ എന്ന് പറഞ്ഞ് $10 ജസ് ബെറ്റ് വെച്ചു. അങ്ങനെ ഈ സ്ത്രീ ഇതിനെ നടന്നു പോകുമ്പോൾ 7 പേരാണ് ആ സ്ത്രീയെ തിരിഞ്ഞു നോക്കിയത്. അങ്ങനെ ബെറ്റ് ജയിച്ചത് ജസ് ആണ്. $10 ലിയോന് ജസ്സിന് കൊടുത്തു. അങ്ങേർക്ക് ഇപ്പോൾ ബെറ്റ് വെക്കാൻ നല്ല ആവേശമായി. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു അദ്ദേഹം ഒരു ഗാംബ്ലർ ആണ്. ബെറ്റിംഗിൽ അങ്ങേരെ തോൽപ്പിക്കാൻ കുറച്ച് പാടാണ്. ആളുടെ തൊഴിൽ തന്നെ ബെറ്റിങ്ങും ഗാംബ്ലിങ്ങുമാണ്. സോ ലിയോൻ അവരോട് പറയാണ്, ഓക്കെ അടുത്ത ബെറ്റ് വെക്ക്. എന്നിട്ട് ഏത് ടീമാണ് അടുത്ത പെനാൽറ്റി വിൻ ചെയ്യുക എന്ന് ലിയോൻ ബെറ്റ് വെക്കുകയാണ്.
അതും $1000. എനിക്ക് ഫുട്ബോൾ അറിയത്തില്ല, നിങ്ങൾ കളിച്ചോ എന്ന് ജസ്റ്റ് പറയുകയാണ്. അങ്ങനെ $1000 ഒരു ടീം സെലക്ട് ചെയ്ത് നിക്കി ബെറ്റ് വെച്ചു. അങ്ങനെ നിക്കിയുടെ ടീമാണ് പെനാൽറ്റി വിൻ ചെയ്തത്. നിക്കിക്ക് $1000 കിട്ടി. ഇപ്പോൾ ചൈനക്കാരന് വാശി കൂടി അടുത്ത ബെറ്റ് വെക്ക് $5000. അങ്ങനെ അവർ അടുത്ത ബെറ്റ് വെച്ചു. ആ ബെറ്റിൽ ലിവാൻ ജയിച്ചു. നിക്കിയുടെ $5000 പോയി. അങ്ങനെ നിക്കി ജസ്റ്റിനോട് വാ നമുക്കൊരു ഡ്രിങ്ക് കഴിക്കാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ചൈനക്കാരൻ നിക്കിയെ വിടുന്നില്ല. ഏയ് അങ്ങനെ പോവല്ലേ, നിനക്ക് അങ്ങനെ തോൽക്കാനാവത്തില്ല, നീ അങ്ങനെ പരാജയപ്പെട്ടു പോകലെ, അടുത്ത ബെറ്റ് വെക്ക്, എനിക്ക് ഈ ഗെയിം ഒരുപാട് ഇഷ്ടപ്പെട്ടു, പ്ലീസ് നീ പോവല്ലേ, ഒരു ബെറ്റ് കൂടി വെക്ക്. അങ്ങനെ വീണ്ടും $10000 ബെറ്റ് വെച്ചു. വീണ്ടും നമ്മുടെ ഹീറോ ബെറ്റ് തോറ്റു. $10000 കൂടി പോയി. ഈ സമയം നിക്ക് ആളാകെ മൂഡ് ഔട്ട് ആയതായി കാണാം. അപ്പോൾ ജസ് വാ നമുക്ക് പോകാം, വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് നിക്കിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ചൈനക്കാരനാണെങ്കിൽ നിക്കിയെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. വാശി കയറിയ ഹീറോ വീണ്ടും ബെറ്റ് വെക്കാനായി വന്നു. $5000 ബെറ്റ് വെച്ചത്. ആ ബെറ്റും ഹീറോ തോറ്റു. $5000 പോയി. പക്ഷെ വിട്ടുകൊടുക്കാൻ ഹീറോ തയ്യാറല്ല. വീണ്ടും ബെറ്റ് വെച്ചു. ഇപ്രാവശ്യം $1,00,000 ബെറ്റ്. $1,00,000 എന്ന് പറയുമ്പോൾ ഏകദേശം 85 ലക്ഷം ഇന്ത്യൻ രൂപ വരും. 1,00,000മോ? നിന്റെ കയ്യിൽ അത്രയൊന്നും ഉണ്ടാവത്തില്ല എന്ന് ലിയോൻ പറയാണ്. എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് പണമുള്ള ബാഗ് എടുത്ത് വന്നിട്ട് ടേബിളിൽ $1,00,000 ഹീറോ ബെറ്റ് വെക്കുകയാണ്. ലിയോന്റെ ആൾക്കാരും പണമുള്ള പെട്ടി കൊണ്ടുവന്ന് ലിയോന്റെ $1,00,000 ടേബിളിൽ വെക്കുകയാണ്. ഈ സമയമൊക്കെ ജസ്റ്റ് നിക്കിയെ വാൺ ചെയ്യുന്നുണ്ട്. നീ എന്താണ് ഈ ചെയ്യുന്നത്, ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ നിക്കി ബെറ്റ് വെച്ചു. ആൻഡ് കോമഡി എന്തെന്ന് വെച്ചാൽ ആ ബെറ്റിൽ നമ്മുടെ നിക്കി പരാജയപ്പെടുകയാണ്. ഇപ്പോൾ $1,00,000 ആണ് നിക്കിക്ക് ബെറ്റ് ചെയ്ത് നഷ്ടമായത്. അതായത് 85 ലക്ഷം രൂപ. നിക്കിക്ക് നല്ലോണം വാശി കൂടി എന്ന് ജസ്റ്റിന് മനസ്സിലായി. നിക്കി വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നിക്കിയെ ജസ്റ്റ് പിടിച്ചു കൊണ്ടുപോകാനായി നോക്കുകയാണ്. എന്നാൽ വാശി പിടിച്ച നിക്കി ആ ബാഗിലെ പണം മുഴുവനും ടേബിളിൽ തട്ടുകയാണ്. $1.1 മില്യൺ ബെറ്റ് വെച്ചു. അതായത് ഏകദേശം 10 കോടി ഇന്ത്യൻ രൂപയെങ്കിലും വരും. അതായത് അവര് മോഷ്ടിച്ചു കിട്ടിയ എല്ലാവരുടെയും പണമാണ് ആ ബാഗിലുള്ളത്. അത് വെച്ചാണ് നിക്കി ഇവിടെ 10 കോടിയുടെ ബെറ്റ് വെച്ചത്. ഈ ബെറ്റ് പരാജയപ്പെട്ടാൽ മുഴുവൻ പണവും നഷ്ടമാവും. അങ്ങനെ വീണ്ടും അവര് ബെറ്റ് വെച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ നമ്മുടെ ഹീറോ ജയിക്കും എന്നല്ലേ. എന്നാൽ അല്ല, ഇവിടെ ഹീറോ വീണ്ടും പരാജയപ്പെട്ടു. അതായത് മുഴുവൻ തുകയും ഹീറോക്ക് നഷ്ടമായി. ജസ്റ്റ് അവിടെ നിലത്ത് തലയിൽ കൈവച്ച് ഇരിക്കുകയാണ്. നിക്കി ദേഷ്യം പിടിച്ച് മൂടൊക്കെ പോയി നടന്നു പോകുമ്പോൾ ഈ ചൈനക്കാരന് സന്തോഷത്തോടെ സിഗരറ്റും വലിച്ച് നിക്കിയെ കളിയാക്കുകയാണ്. ബിഗ് ബോയ്സിന്റെ കൂടെ കളിച്ചാൽ ഇതായിരിക്കും അവസ്ഥ എന്ന്. എന്നാൽ നിക്കി വീണ്ടും തിരിച്ചു വരികയാണ്. എന്നിട്ട് വീണ്ടും ഡബിൾ ചെയ്യാനായി പറഞ്ഞു. പേടിക്കേണ്ട, എന്റെ കയ്യിൽ ഇനിയും പണമുണ്ട്, ബെറ്റ് ഡബിൾ ചെയ്. എന്നിട്ട് ഹീറോ ഇപ്പോൾ വെക്കുന്ന ബെറ്റ് അദ്ദേഹത്തോട് ബൈനോക്കുലർ എടുത്ത് സ്റ്റേഡിയത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്ലെയറിന്റെ നമ്പർ സെലക്ട് ചെയ്യാനായി പറയുകയാണ്. ആ നമ്പർ കൃത്യമായി ഞാൻ പറഞ്ഞാൽ $2 മില്യൺ. എന്നാൽ ഇപ്രാവശ്യം ചൈനക്കാരൻ ആ ബെറ്റ് എങ്ങനെയും എടുക്കുന്നില്ല. ശരി, താങ്കൾ സെലക്ട് ചെയ്യുന്ന പ്ലെയറിന്റെ നമ്പർ ഞാൻ പറയത്തില്ല, ഇവൾ പറയുമെന്ന് നിക്കി പറയുകയാണ്. അതായത് ജസ്സിന് ഫുട്ബോൾ എന്താണെന്ന് പോലും അറിയത്തില്ല. ആ ജസ്സിനെയാണ് നിക്കി ഇതിലേക്ക് വലിച്ചിടുന്നത്. അതും $2 മില്യൺ ബെറ്റ്. ഓൾറെഡി കയ്യിൽ നിന്ന് 1 മില്യണിലധികം നഷ്ടമായി. സോ ഇവിടെ ചൈനക്കാരന് ഭയങ്കര സന്തോഷമായി. കാരണം എന്തായാലും ഇദ്ദേഹം തന്നെ ജയിക്കും. കാരണം അത്രയും പ്ലെയേഴ്സിൽ നിന്ന് ഒരു പ്ലെയറിനെ ആദ്യം സെലക്ട് ചെയ്ത് കറക്റ്റ് ആ പ്ലെയറിനെ തന്നെ എങ്ങനെയാണ് ഫുട്ബോൾ പോലും അറിയാത്ത ജസ്സിന് പറയാൻ സാധിക്കുക. സോ ഇവിടെ ചൈനക്കാരൻ പ്ലെയറിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് ബൈനോക്കുലർ ജസ്സിന് കൊടുക്കുകയാണ്. ജസ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുള്ളത് അത് കണ്ട് പാവം തോന്നി ചൈനക്കാരന് ഒരു അവസരം കൂടി അവർക്ക് കൊടുത്തു ഇതിൽ നിന്ന് പിന്മാറാനായി. കാരണം തോറ്റാല് $2 മില്യൺ ആണ് ഇനിയും നഷ്ടമാവുക. എന്നാൽ ജസ്സിനോട് പ്ലെയറിനെ പിക്ക് ചെയ്യാനായി നിക്കി പറയുകയാണ്. അതായത് പിന്മാറാൻ നിക്കി തയ്യാറല്ല. സോ ഇവിടെ ജസ്റ്റ് ബൈനോക്കുലർ വെച്ച് നോക്കുന്ന സമയത്ത് ദ നമ്പർ 55 ധരിച്ചു നിൽക്കുന്നത് ആരാണ് എന്ന് നോക്കൂ. വേറെ ആരുമല്ല, നമ്മുടെ ഫർഹദാണ്. ഫർഹദിനെ കണ്ടപ്പോൾ അപ്പോൾ തന്നെ പുള്ളിക്കാരി നമ്പർ 55 പിക്ക് ചെയ്തു. ഇത് കേട്ടപ്പോൾ ചൈനക്കാരന്റെ മുഖം മാറുന്നത് കാണാം. കാരണം ഇപ്പോൾ അവരാണ് ബെറ്റ് ജയിച്ചത്. അതായത് അവർക്ക് ഇപ്പോൾ $4 മില്യൺ ലഭിച്ചു. ഇത് കണ്ട് ചൈനക്കാരന് ശരിക്കും അതിശയമായി. കാരണം ജയിക്കാൻ ഇത്രയും റെയർ ചാൻസ് ഉള്ള ബെറ്റാണ് നിക്കി ജയിച്ചത്. അങ്ങനെ $1.1 മില്യൺ വന്ന അവര് തിരിച്ചു പോകുന്നത് $4 മില്യൺ ജസ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളത്. കാറിൽ നിന്ന് നിക്കിയെ തള്ളിയിട്ട് എന്നാലും എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഇതൊക്കെ നടന്നത് എന്നൊക്കെ ജസ് ചോദിക്കുകയാണ്. അങ്ങനെ എല്ലാം നിക്കി ജസ്സിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അവന്റെ പേരാണ് ലിവാൻ. അവൻ വലിയ ഒരു ഗാംബ്ലർ ആണ്. വലിയ വലിയ തുകയാണ് അവൻ ബെറ്റ് വെക്കാറുള്ളത്. അതിലെ മിക്കതും അവൻ തന്നെ ജയിക്കും. പിന്നെ ഇതൊക്കെ എങ്ങനെ നടന്നു, അവൻ എങ്ങനെ കറക്റ്റ് ഈ നമ്പർ തന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ നിക്കി പറയാണ് നമ്മളാണ് അവനോട് ആ നമ്പർ സെലക്ട് ചെയ്യാനായി പറഞ്ഞത്. സോ എന്താണ് സംഭവിച്ചത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കേട്ടോ. ലിവാൻ തന്റെ ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം എല്ലാ സ്ഥലത്തും അവൻ കാണുന്ന നമ്പർ 55 ആണ്. സീലിംഗില്, ലിഫ്റ്റില്,
സെക്യൂരിറ്റി ഗാർഡ്സിന്റെ യൂണിഫോമില് പുറത്തു പോകുമ്പോൾ അവിടെയും നമ്മുടെ ആൾക്കാര് നമ്പർ 55 പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഫർഹദിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ട്രക്കും പോയി. സോ അവൻ പോലും അറിയാതെ അവന്റെ ബ്രെയിൻ സെലക്ട് ചെയ്താണ് നമ്പർ 55. അങ്ങനെയാണ് അവൻ 55 സെലക്ട് ചെയ്തത്. സോ ടെക്നിക്കലി നിക്കി ആ ദിവസം മുഴുവനും ലിയോനെ മാനിപ്പുലേറ്റ് ചെയ്താണ് ഈ ബെറ്റ് വിജയിച്ച് ഇത്രയും വലിയ തുക സ്വന്തമാക്കിയത്. അവൻ അപ്പോൾ ഈ നമ്പർ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ജസ്റ്റ് ചോദിച്ചപ്പോൾ ഞാൻ വീണ്ടും ബെറ്റ് ഡബിൾ ചെയ്യും എന്റെ വഴിക്ക് കാര്യങ്ങൾ വരുന്നത് വരെ. സോ ഇതൊക്കെ കേട്ട് ജസ്റ്റ് ശരിക്കും ഷോക്കായി, അഥവാ ഇംപ്രസ്ഡ് ആയി. ജസ്റ്റിന് ഇപ്പോൾ നിക്കിയെ ഒരുപാട് ഇഷ്ടമാണ്, പുള്ളിക്കാരിക്ക് നിക്കിയുടെ കൂടെ ജീവിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ ആഗ്രഹം. എന്നാൽ നിക്കി ജസ്റ്റിനോട് നിന്റെ ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞ് പുള്ളിക്കാരിയുടെ വിഹിതം കൊടുത്ത് ഡ്രൈവറിനോട് ഇവളെ എയർപോർട്ടിൽ കൊണ്ടാക്കി എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയാണ്. നിക്കിയെ കാറിനെ കൊണ്ട് ജസ്റ്റ് വിളിക്കുന്നുണ്ട്, എന്നാൽ നിക്കി മൈൻഡ് ചെയ്യാതെ മറ്റൊരു കാറിൽ കയറി പോവുകയാണ്. ജസ്റ്റ് കാറിനെ കൊണ്ട് എയർപോർട്ടിൽ പോയി. അങ്ങനെ 3 വർഷം കടന്നുപോയി. ഇനിയുള്ള കഥ അങ്ങ് അർജന്റീനയിലാണ്. സോ ഇവിടെ ഒരു കാർ റേസിംഗ് നടക്കുന്നത് കാണാം. അവിടെ നമ്മുടെ ഹീറോ ഉണ്ട്. സോ ഇദ്ദേഹത്തിന്റെ പേരാണ് ഗരിഗ. ഗരിഗ ഒരു വലിയ റേസിംഗ് ടീമിന്റെ ഉടമയാണ്. ഗരിഗയുടെ വലം കൈയാണ് ഓവൻസ് എന്ന ഇദ്ദേഹം. സോ ഗരിഗയാണ് നമ്മുടെ ഹീറോനെ ഇവിടെ ഒരു ജോലിക്കായി വിളിച്ചു വരുത്തിയത്. സോ ഗരിഗയുടെ ടീമിന്റെ എഞ്ചിനീയേഴ്സ് നിർമ്മിച്ചെടുത്ത ഒരു കാർ ട്യൂണിംഗ് സിസ്റ്റമാണ് EXR. ഈ EXR ഉണ്ടെങ്കിൽ കാർസിന് വേഗത ഇനിയും കൂടും. പക്ഷെ എനിക്ക് അതുപോരാ, മെക്വീന്റെ ടീം ഇപ്പോൾ കുറച്ച് സ്ട്രോങ് ആണ്. അവർ എന്റെ ടീമിനെ പരാജയപ്പെടുത്താൻ സാധ്യതയുണ്ട്. അത് തടയാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് ഒരു ഐഡിയ പറയുകയാണ്. അതായത് ഞാൻ അവരുടെ അടുത്തേക്ക് EXR വിൽക്കാനായിട്ട് പോവാം. എന്നാൽ ഞാൻ അവർക്ക് ഒറിജിനൽ EXR വിൽക്കത്തില്ല. പകരം അവരുടെ സ്പീഡോമീറ്ററിൽ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തി ഡ്രൈവറിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ലഭിക്കും. സോ നിങ്ങൾക്ക് റേസ് ജയിക്കാം. പക്ഷേ മെക്വീനെ എങ്ങനെ കൺവിൻസ് ചെയ്യും എന്ന് ഓവൻസ് ചോദിച്ചപ്പോൾ അതിനുള്ള ഐഡിയ എനിക്ക് പറയുകയാണ്. അതായത് ഇന്ന് രാത്രി നടക്കുന്ന പാർട്ടിയിൽ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാവും. ആ പാർട്ടിയിൽ നിന്ന് ഞാനും ഗരിഗയും തമ്മിൽ ചെറിയ തല്ല് നാടകം ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ രണ്ടുപേരും ശത്രുക്കളായെന്ന് അവർക്ക് മനസ്സിലാകണം. അങ്ങനെ നിങ്ങളെ ചതിക്കുന്ന രീതിയിൽ ഞാൻ അവന്റെ അടുത്ത് ഫേക്ക് EXR വിൽക്കാനായിട്ട് ചെല്ലും. അപ്പൊ ഗരിഗ പറയാണ് ഇത് അടിപൊളി ഐഡിയ ആണ് എന്ന്. പക്ഷെ ഇവിടെ തീർന്നിട്ടില്ല. ഞാൻ ഫേക്ക് ആയിട്ടുള്ള EXR വിൽക്കുമ്പോൾ ഞാൻ മെക്വീന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങും. ആ പണത്തിന്റെ 100% ഞാൻ തന്നെ വെക്കും. അതുകൂടാതെ നിങ്ങൾ എനിക്ക് $1 മില്യൺ തരണം. ഇതാണ് ഡീൽ. നിക്കിയുടെ ഡീലിന് ഗരിഗ സമ്മതിക്കുകയും ചെയ്തു. സോ ഇവിടെ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് നിക്കി എത്തിയ ഉടനെ അവിടെ ആരൊക്കെയാണ് തന്നെ ടാർഗറ്റ് എന്ന് നിക്കി മാർക്ക് ചെയ്തു. അതിനുശേഷം അവിടെ ആൽക്കഹോൾ സെക്ഷനിൽ പോയിട്ട് അവിടുത്തെ ആളോട് നിക്കി പറയാണ് ഞാൻ ഒരു ആൽക്കഹോളിക് ആണ്, പക്ഷേ എനിക്ക് എന്നെ സ്വയം കൺട്രോൾ ചെയ്യാനാവത്തില്ല. അതുകൊണ്ട് ഞാൻ ആൽക്കഹോൾ ചോദിക്കുമ്പോൾ നീ എനിക്ക് ലെമൺ ഇട്ട സാധാരണ വെള്ളം മാത്രം തന്നാൽ മതി. ഷുവർ സർ. അങ്ങനെ നിക്കി ഒരു തവണ അവിടെ പോയി മദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം നിക്കിക്ക് വെള്ളം എടുത്തു കൊടുത്തു. അങ്ങനെ നിക്കി മദ്യപാനിയായി അവിടുന്ന് അഭിനയിക്കുകയാണ്. ആൾക്കാരോടൊക്കെ ഒച്ചത്തിൽ സംസാരിക്കുകയാണ്. ഇനിയാണ് പെർഫോമൻസ് ടൈം. അതായത് ഗരിഗയുടെ അടുത്ത് പോയിട്ട് തല്ലുണ്ടാക്കേണ്ട സമയം. അങ്ങനെ അമിതമായി മദ്യപിച്ച പോലെ അഭിനയിച്ച് ഗരിഗയുടെ അടുത്തേക്ക് പോകാനായി ഒരുങ്ങുമ്പോഴാണ് നിക്ക് വർഷങ്ങൾക്ക് ശേഷം അവിടെ ജസ്സിനെ കാണുന്നത്. ഗരിഗയുടെ കൂടെയാണ് ജസ് ഉള്ളത്. അങ്ങനെ നിക്കിയുടെ മൂഡ് ആകെ പോയി. ശേഷം നിക്കി ജസ്സിനെ കാണാൻ ചെന്നു. അവര് രണ്ടുപേരും തനിച്ച് നിന്ന് സംസാരിക്കുകയാണ്. അവൻ നിന്റെ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാനും അവനും കഴിഞ്ഞ 3 വർഷമായിട്ട് ഇഷ്ടത്തിലാണ്, ഞാൻ ഗരിഗയുടെ ഗേൾഫ്രണ്ട് ആണ് എന്നും ജസ് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോ ഹീറോക്ക് ശരിക്കും സങ്കടമായി. പണ്ടത്തെ കാര്യം പറഞ്ഞ് ഹീറോ സോറിയും പറഞ്ഞു. അതൊക്കെ ഞാൻ എന്നെ വിട്ടു എന്ന് പറഞ്ഞ് ജസ് പോകുമ്പോൾ പുള്ളിക്കാരി ഒരു കാര്യം കൂടി നിക്കിയോട് പറയുന്നുണ്ട്. അതായത് എന്റെ പാസ്റ്റ് ഗരികക്ക് അറിയത്തില്ല, അതുകൊണ്ട് പ്ലീസ് നീ അത് അവരോട് പറയരുത്. അതേപോലെ നമ്മൾ രണ്ടുപേരും പരിചയമുണ്ട് എന്നും പറയരുത്. ഇതൊക്കെ കേട്ട് ശരിക്കും മദ്യപിക്കാനായി പോയപ്പോൾ അവൻ മദ്യം കൊടുക്കുന്നില്ല, വെള്ളമാണ് കൊടുക്കുന്നത്. എനിക്ക് ശരിക്കും മദ്യം വേണം സർ, ഇത് തന്നെയാണ് ശരിക്കും മദ്യം എന്ന് പറഞ്ഞ് അവൻ ഹീറോക്ക് വെള്ളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. സോ ഇവിടെ ഗരിക ജസ്സിന്റെ കൂടെ നിൽക്കുന്നത് ഹീറോ കാണുന്നുണ്ട്. പുള്ളിക്ക് എങ്ങനെയും സഹിക്കുന്നില്ല. സോ നാടകത്തിന് സമയമായി. ദേഷ്യത്തിൽ ഹീറോ ഗരികയുടെ അടുത്ത് പോയി അവര് നിലത്തിട്ട് ഇടിച്ചു കൂട്ടുകയാണ്. സെക്യൂരിറ്റി ഗാർഡ്സ് വന്ന് ഹീറോനെ പിടിച്ചു പുറത്താക്കി. ഹീറോന്റെ പ്ലാൻ പോലെ നടന്നു. മെക്വീന്റെ ആള് വന്ന് മെക്വീന്റെ കാർഡ് കൊടുത്തിട്ട് പറയാണ് സാറിന് നിങ്ങളെ കാണണമെന്ന്. അടുത്ത ദിവസം ഹീറോ മെക്വീനെ കാണാൻ ചെന്നു. സോ ഇദ്ദേഹമാണ് മെക്വീന്. ഗരിഗയുടെ റേസിംഗ് ടീമിന്റെ എതിരാളിയായിട്ടുള്ള ടീമാണ് ഇദ്ദേഹത്തിന്റെ റേസിംഗ് ടീം. സോ ഇവിടെ അദ്ദേഹത്തോട് ബിസിനസ് സംസാരിക്കാനായിട്ടാണ് നിക്കി വന്നിട്ടുള്ളത്. അതായത് EXR വിൽക്കാനായി $3 മില്യൺ ആണ് നിക്കി ആവശ്യപ്പെടുന്നത്. അപ്പോ ഈ സമയം നിക്കി അവിടെ പുറത്ത് ഗരിഗയുടെ കൂടെ ജസ്റ്റിനെ കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നിക്കിക്ക് പോസസീവ് ആവുന്നുമുണ്ട്. എന്തായാലും മെക്വീൻ EXR വാങ്ങാൻ തയ്യാറാണ്. പക്ഷെ മെക്വീന് നിക്കിയെ വിശ്വാസമില്ല. അതുകൊണ്ട് നിക്കി ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. സോ ഇവിടെ താഴെ ഒരു ബാറിൽ
നിൽക്കുന്ന ജസ്സിനെ കണ്ട് സംസാരിക്കാൻ എനിക്ക് ചെന്നു. എന്തിനാണ് ഇന്നലെ രാത്രി നീ ഗരികയെ തല്ലിയത്? എനിക്ക് വേണ്ടിയാണോ? ഏയ് അല്ല, ഞാൻ അവന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഇത് പാർട്ട് ഓഫ് ദി ബിസിനസ് ആണ്. ജസ് പറയാണ്, എനിവേസ് നീ എന്റെ അടുത്ത് വരല്ലേ, ഗരികക്ക് കണ്ടാൽ ഇഷ്ടപ്പെട്ടില്ല, അവൻ ഭയങ്കര പൊസസീവ് ആണ്. അതും പറഞ്ഞ് ജസ് പോകുന്ന സമയത്ത് പുള്ളിക്കാരി നിക്കിയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ മോഷ്ടിച്ച പേഴ്സ് എറിഞ്ഞു കൊടുക്കുന്നുമുണ്ട്. സോ ഇവിടെ മെക്വിന്റെ അടുത്ത് EXR ബിസിനസ് ചെയ്യാനായി നിക്കി ചെന്നു. അത് കണ്ട് അദ്ദേഹം ശരിക്കും ഇംപ്രസ്ഡ് ആയി. അതായത് അദ്ദേഹം നിക്കിക്ക് $3 million കൊടുത്ത് EXR മേടിക്കാൻ തയ്യാറാണ്. എവിടെ ജസ്റ്റ് ഷോപ്പിങ്ങിന് വന്നതാണ്. തിരിച്ചു പോകുന്ന സമയത്ത് ഒരു പ്രായമായ സ്ത്രീ ബസ്സിൽ കയറുമ്പോൾ പുള്ളിക്കാരിയുടെ ബാഗ് വീഴുന്നത് ജസ് കണ്ടു. ജസ് പെട്ടെന്ന് ആ ബാഗ് എടുത്ത് ആ സ്ത്രീക്ക് കൊടുക്കാനേ നോക്കിയെങ്കിലും ബസ് അപ്പോഴേക്കും വിട്ടു. ബാഗ് തുറന്നപ്പോൾ ആ സ്ത്രീയുടെ അഡ്രസ് ജസ്സിന് കിട്ടി. അങ്ങനെ ആ ബാഗ് കൊടുക്കാനായി ജസ് ആ അഡ്രസ്സിൽ വന്നു. അപ്പോൾ അവിടെ നിക്കിയുണ്ട്. അതായത് നിക്കി ജസ്സിനെ വരുത്തിക്കാൻ വെച്ച ഒരു ട്രാപ്പാണ്. അങ്ങനെ അവര് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ്. സോ ഇവിടെ നിക്കി പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോറി പറയുകയാണ്. നമുക്ക് ഇവിടുന്ന് എവിടെങ്കിലുമായിട്ട് പോകാം, നമുക്ക് ഒന്നിച്ച് സന്തോഷമായി ജീവിക്കാം എന്നൊക്കെ ജസ്സിനോട് നിക്കി പറയുകയാണ്. എന്നാൽ പണ്ടത്തെ കാര്യങ്ങളൊന്നും ജസ്സിന് മറക്കാനാവത്തില്ല. നിക്കി ജസ്സിനെ ഉപേക്ഷിച്ചതൊക്കെ. അങ്ങനെ എനിക്ക് നിന്നെ വിശ്വസിക്കാനാവത്തില്ല എന്നും പറഞ്ഞ് ജസ് അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. സോ ഇവിടെ എയർപോർട്ടിൽ ഒരാളെ കൂട്ടാനായി നിക്കി വന്നിട്ടാണുള്ളത്. അത് വേറെ ആരുമല്ല, നിക്കിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഫർഹദിനെയാണ്. സോ ഫർഹദിനെ അർജന്റീനയിലേക്ക് നിക്കി കൂട്ടിയത് ജസ്സിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയാണ്. കാരണം ജസ്സും ഫർഹദും നല്ല സുഹൃത്തുക്കളാണ്. സോ ഇവിടെ ഫർഹദിനെ കണ്ടപ്പോൾ ജസ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. എത്ര കൊല്ലമായി കണ്ടിട്ട്, നീ മെലിഞ്ഞല്ലോ എന്നൊക്കെ ഫർഹദിനോട് ജസ് പറയുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും പഴയ നല്ല ഓർമ്മകളൊക്കെ പറയുകയാണ്. അതിനുശേഷം ഫർഹദ് കാര്യത്തിലേക്ക് കടന്നു. അതായത് അന്ന് നീ പോയതിനു ശേഷം കഴിഞ്ഞ 3 വർഷമായിട്ട് നിക്ക് വർക്ക് ചെയ്തിട്ടില്ല. അവൻ ആളാകെ ഡിപ്രസ്ഡ് ആയിരുന്നു. അവൻ ഇപ്പോഴാണ് തിരിച്ച് വർക്കിലേക്ക് കയറിയത്. അവൻ നിനക്കായി അന്ന് മാറ്റിവെച്ച ഒരു സാധനം കൊണ്ടാണ് ഞാൻ വന്നത്. അത് അന്ന് ജസ്സിന് കണ്ട് ഇഷ്ടപ്പെട്ട നെക്ലസ് ആണ്. അത് ജസ്സിന് കൊടുക്കാൻ വേണ്ടി നിക്കി വിറ്റിട്ടില്ലായിരുന്നു, മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നിക്കിയെ കാണാനായി ജസ് ചെന്നു. ആ നെക്ലസ് ധരിക്കുന്ന സമയത്ത് പുള്ളിക്കാരി തമാശ രീതിയിൽ ചോദിക്കുന്നുണ്ട്, ഇത് നീ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയതാണോ എന്ന്. ഏയ് അല്ല, ഞാൻ ഇത് നിനക്കായി മാറ്റി വെച്ചതാണ്. അതിനുശേഷം നിക്കി വീണ്ടും പറയാണ്, ഞാൻ പണ്ടത്തെ പോലെയല്ല, ഞാൻ ഇപ്പോൾ ഒരുപാട് മാറി, ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല, കാലാകാലം ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കുമെന്നൊക്കെ നിക്കി പറയുന്നുണ്ടെങ്കിലും ജസ് ആ നെക്ലസ് അഴിച്ചു വെച്ചിട്ട് പറയണം, നിക്കി എനിക്ക് ഇവിടെ നിന്റെ കൂടെ വരാനാവത്തില്ല, നീ വെറുതെ പ്രശ്നത്തിൽ ചാടാൻ നിൽക്കേണ്ട, നീ തിരിച്ചു പോകുന്നതാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ജസ് അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അതിനുശേഷം ഫർഹദ് അവിടെ നിക്കിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എടാ നീ ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ശരിയാവുമെന്ന്. അന്ന് രാത്രി നിക്കി തന്നെ ഹോട്ടൽ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ പുറത്ത് സങ്കടത്തോടെ ജസ് ഇരിക്കുന്നുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ജസ് കരഞ്ഞുകൊണ്ട് നിക്കിയെ കെട്ടിപ്പിടിച്ചു. അന്ന് രാത്രി അവര് ഒന്നിച്ചാണ് കിടന്നത്. അതായത് ജസ് എല്ലാം മറന്ന് വീണ്ടും നിക്കിയുമായി ഇഷ്ടത്തിലായി. രാവിലെ നിക്കിക്ക് ഒരു കോൾ വന്നു. അത് ഓവൻസ് ആണ്. അദ്ദേഹം പുറത്തുണ്ട്, കഥക് തുറക്കുക എന്ന് പറഞ്ഞാണ് അദ്ദേഹം കോൾ ചെയ്തത്. അതായത് ഇവർ പെട്ട അവസ്ഥയായി. ഗരികയുടെ ഗേൾഫ്രണ്ട് ആണ് ജസ്. ആ ജസ് ആണ് നിക്കിയുടെ കൂടെയുള്ളത്. ഇതറിഞ്ഞാൽ ഗരിക ഇവരെ വെറുതെ വിടാനായി പോകുന്നില്ല. ജസ്സിനോട് എവിടെങ്കിലുമായി ഒളിക്കാനായി പറഞ്ഞിട്ട് നിക്കി ഡോർ തുറന്നു. ഡോർ തുറന്ന ഉടനെ ഓവൻസ് അവിടെ ഇടിച്ചു കയറുകയാണ്. ബെഡ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ നിക്കി തനിച്ചല്ല ഉറങ്ങിയത് എന്ന്. അങ്ങനെ അദ്ദേഹം സംശയത്തോടെ ആ അപ്പാർട്ട്മെന്റ് മുഴുവനും അന്വേഷിക്കുകയാണ്. അദ്ദേഹം ഓരോ റൂം നോക്കുമ്പോഴും ജസ് മാറി മാറി ഒളിച്ചു നിൽക്കും. അവസാനം അദ്ദേഹം ബാൽക്കണിയിൽ കയറി. ജസ് അവിടെ ഒളിച്ചു നിൽക്കാനായി പോകുന്നത് നിക്കി കണ്ടിട്ടുമുണ്ട്. എന്നാൽ ബാൽക്കണിയിലേക്ക് പോയപ്പോൾ അവിടെ ആരുമില്ല. ശരി, ഞാൻ പോവുകയാണ്, നീ ഇന്ന് മെക്വിനെ കൂടെ ബിസിനസ് ചെയ്യേണ്ടതല്ലേ, വേഗമാവട്ടെ എന്നും പറഞ്ഞ് ഓവൻസ് ഇറങ്ങി പോവുകയാണ്. ഈ സമയം ജസ്സിനെ അവിടെയൊക്കെ എനിക്ക് നോക്കുമ്പോൾ പുള്ളിക്കാരി ഇതാ തൊട്ടപ്പുറമുള്ള ബാൽക്കണിയിൽ ചാടി പോയിട്ടുണ്ട്. ജസ് ആൾ നിസാരക്കാരിയല്ല എന്ന് നമ്മൾക്ക് അറിയുന്നതല്ലേ. സോ ഇവിടെ മെക്വീനെ കാണാൻ നിക്കി ചെന്നു. ബിസിനസ് നടത്തി $3 million നിക്കിക്ക് മെക്വീൻ കൊടുത്തു. അവര് ശരിക്കും ഹാപ്പിയായി. കാരണം അവർക്ക് EXR ലഭിച്ചു. പക്ഷെ $3 million ലഭിച്ച നിക്കി ഇത് ഇവിടെ നിർത്തിയിട്ടില്ല. മറ്റു റേസിംഗ് ടീംസിനെയും നിക്കി കോണ്ടാക്ട് ചെയ്ത് അവരുടെ അടുത്തും ബിസിനസ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവരുടെ അടുത്തുനിന്നും നിക്കിക്ക് $3 million വെച്ച് കിട്ടി. സോ ഇന്ന് രാത്രി ജസ്സുമായി നിക്കി ഒളിച്ചോടനെ പോവുകയാണ്. 9 ടീമിനാണ് നിക്കി EXR വിറ്റത്. അങ്ങനെ $27 million ആണ് നിക്കിയുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. സോ ഇവിടെ ജസ് വന്നു. അങ്ങനെ അവര് രണ്ടുപേരും പണവുമായി ഒളിച്ചോടുകയാണ്. എന്നാൽ അവർ ഒളിച്ചോടുന്ന സമയത്ത് ഒരുത്തൻ കാറിൽ വന്ന് അവരുടെ കാറിലേക്ക് ഇടിക്കുകയാണ്. അതായത് ആ ഇടിച്ചവൻ വേറെ ആരുമല്ല, ഗരികയുടെ ആളാണ്. അതിനുശേഷം അവൻ നിക്കിയുടെ നേർക്ക് തോക്ക് ചൂണ്ടി. സോ ഇവിടെ ഗരിക നിക്കിയും ജസ്സിനും കെട്ടിയിട്ടതായി കാണാം. അദ്ദേഹം ഭയങ്കര ദേഷ്യത്തിലാണ്. കാരണം അവരുടെ കരാർ പ്രകാരം നിക്കി ഫേക്ക് ആയിട്ടുള്ള EXR ആണ് മെക്വീന് വിൽക്കേണ്ടത്. എന്നാൽ നിക്കി ഗരികയുടെ അടുത്തുനിന്ന് ഒറിജിനൽ EXR മോഷ്ടിച്ചിട്ട് ഒറിജിനൽ EXR ആണ് മെക്വീന് വിറ്റത്. എന്നാൽ മറ്റൊരു കാര്യം, മെക്വീന് മാത്രമല്ല മറ്റു എല്ലാ റേസിംഗ് ടീമിനും നിക്കി അത് വിറ്റിട്ടുണ്ട്. അത് അറിഞ്ഞതുകൊണ്ടാണ് ഗരിക ഇപ്പോൾ ഇവിടെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷൻ തന്നെയാണ് ഇപ്പോൾ നിക്കി കാരണം ഇല്ലാതെയായത്. ഓൾറെഡി അദ്ദേഹം EXR വെച്ച് ജയിക്കുന്ന റേസ് ആണ്. എന്നാൽ
അതിബുദ്ധി കാരണം നിക്കി അദ്ദേഹത്തിന് 8ന്റെ പണി തന്നെ കൊടുത്തു. എല്ലാ റേസിംഗ് ടീമിനും നിക്കി EXR വിറ്റിട്ടുണ്ട്. എങ്ങനെയാണ് നീ EXR മോഷ്ടിച്ചത് എന്ന് ഗറിഗ ജസ്സിന്റെ മൂക്ക് പിടിച്ചിട്ട് നിക്കിയോട് ചോദിക്കുകയാണ്. അങ്ങനെ നിക്കി സത്യമെല്ലാം തുറന്നു പറയുകയാണ്. അതായത് തന്റെ ലക്ഷ്യം EXR മോഷ്ടിക്കുക എന്നത് തന്നെയാണ്. അതിനു വേണ്ടിയാണ് നിക്കി വന്നത്. അങ്ങനെയാണ് അവിടുന്ന് നിക്കി ജസ്റ്റിനെ കാണുന്നത്. അങ്ങനെ ജസ്റ്റിനെ യൂസ് ചെയ്യാനായി നിക്കി തീരുമാനിച്ചു. താൻ ഉണ്ടാക്കിയ ഫേക്ക് നെക്ലസ് ജസ്റ്റിന് സമ്മാനമായി കൊടുത്തു. അതിന്റെ അകത്ത് നിക്കി ട്രാക്കർ വെച്ചിട്ടുണ്ട്. ജസ് ഗറിഗയുടെ റൂമിൽ കയറിയാൽ മാത്രം മതി. അത് വെച്ച് നിക്കിക്ക് ഗറിഗയുടെ കമ്പ്യൂട്ടറിലെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അങ്ങനെ നിക്കിക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നിക്കി EXR ജസ് പോലും അറിയാതെ ജസ്സിനെ യൂസ് ചെയ്ത് മോഷ്ടിച്ചത്. ജസ്, ഐ ആം സോറി. ഗറിഗ, ഇവളെ വെറുതെ വിടണം. ഇവൾക്കൊന്നും അറിയത്തില്ല. നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. സോ നിക്കി ഇപ്പോൾ പറഞ്ഞ ഈ കഥ കേട്ടപ്പോൾ ഗറിഗയും ഓവൻസും ചിരിക്കുന്നത് കാണാം. എന്താണ് ഇതിൽ തമാശ എന്ന് നിക്കി ചോദിച്ചപ്പോൾ എന്താണ് തമാശ എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ജസ്സിന്റെ വായിലെ ടാപ്പ് ഗറിഗ അഴിക്കുകയാണ്. അപ്പോൾ ജസ് പറയണം, ഞാൻ ഗറിഗയുടെ ഗേൾഫ്രണ്ട് അല്ല. ഗറിഗ പലതവണ ജസ്സിനെ തന്റെ റൂമിലേക്ക് കൂട്ടാനായി ശ്രമിച്ചെങ്കിലും പലതവണ ജസ് പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാവും. പിന്നെ താൻ 3 വർഷമായി ഗറിഗയുടെ ഗേൾഫ്രണ്ട് ആണ് എന്ന് ജസ് നിക്കിയോട് പറഞ്ഞത് നിക്കി അസൂയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ജസ്സും ഗറിഗയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സോ നിക്കി ഇപ്പോൾ പറഞ്ഞ എല്ലാ കള്ളത്തരവും വളരെ നിസ്സാരമായി പൊളിഞ്ഞു. ജസ് എന്തിനാണ് ഇവിടെ എത്തിയത് എന്ന് ചോദിച്ചപ്പോൾ ജസ് വന്നത് ഗറിഗയുടെ വാച്ച് മോഷ്ടിക്കാനാണ്. 2 ലക്ഷം US$ വില വരുന്ന വാച്ചാണ് ഗറിഗ ധരിക്കുന്നത്. അത് മോഷ്ടിക്കാനാണ് ജസ് ഗറിഗയുടെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിന്നത്. സോ ഇവിടെ ഗറിഗ വീണ്ടും നിക്കിയോട് എങ്ങനെയാണ് മോഷ്ടിച്ചത്, സത്യം പറ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിക്കി വീണ്ടും പല കള്ളത്തരങ്ങളും തർക്കുത്തരങ്ങളും ഒക്കെ പറയുകയാണ്. ഇത് കേട്ട് ദേഷ്യം പിടിച്ച ഓവൻസ് നിക്കിയെ ഷൂട്ട് ചെയ്തു. ഇത് കണ്ട് ഗറിഗക്ക് ഭയങ്കര പേടിയായി. തന്നോട് ആരാണ് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞത്, ഇനി ഇത് താൻ തന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഗറിഗ അവിടുന്ന് വേഗം സ്ഥലം കാലിയാക്കുകയാണ്. നിക്കി അവിടെ കിടന്ന രക്തമൊക്കെ ഒരുപാട് പോകുന്നത് കാണാം. ഗറിഗ പോയതിനു ശേഷം ഓവൻസ് ജസ്സിനോട് കരച്ചിൽ നിർത്താനായി പറയുകയാണ്. ഈ മണ്ടൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ നിങ്ങളുടെ ആളാണ് എന്ന്. സോ ഓവൻസ് നിക്കിയുടെ ആളാണ്. ഓവൻസ് ജസ്സിന്റെ കയ്യിലെ കെട്ടഴിച്ച് അദ്ദേഹം വെടിവെച്ച് നിക്കിക്ക് തന്നെ അദ്ദേഹം ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണ്. മെല്ലോ, നീ ഓക്കെ അല്ലെന്ന് ചോദിച്ചപ്പോൾ ജസ് ശരിക്കും ഷോക്കായി. നിങ്ങൾ ഇവനെ എന്താണ് വിളിച്ചത്, മെല്ലോ എന്നോ? അവന്റെ അച്ഛൻ മാത്രമേ അവനെ അങ്ങനെ വിളിക്കാറുള്ളൂ. സോ താങ്കൾ ഇവന്റെ അച്ഛനാണോ? അപ്പോൾ ഈ ഓവൻസ് നമ്മുടെ ഹീറോന്റെ അച്ഛനാണ്. പണ്ട് മുത്തശ്ശനെ വെടിവെച്ച കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പിടിക്കപ്പെടുമെന്ന് മനസ്സിലാവുമ്പോൾ എതിരാളിയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി സ്വന്തം ആളെ ഷൂട്ട് ചെയ്യും. അങ്ങനെയാണ് അച്ഛൻ നിക്കിയെ ഷൂട്ട് ചെയ്തത്, ഗറിഗയെ ഡിസ്ട്രാക്ട് ചെയ്ത് അവിടുന്ന് മാറ്റാൻ വേണ്ടി. സോ ഇവിടെ അച്ഛൻ നിക്കിയെ കൂട്ടി കാറിൽ പോവുകയാണ്. ഒരു ഹോസ്പിറ്റലിന്റെ വെളിയിൽ കാർ പാർക്ക് ചെയ്ത് അച്ഛൻ പറയാണ്, കഴിഞ്ഞ 3 വർഷമായി ഞാനും ഇവനും ഇതിനു വേണ്ടിയാണ് കാത്തിരുന്നത്. 27 മില്യൺ US$. അച്ഛൻ അങ്ങനെ അവരെ ആശുപത്രിയിലാക്കി പണവുമായി പോവുകയാണ്. സോ ഇവിടെ ജസ് നിക്കിയെ പിടിച്ച് ഹോസ്പിറ്റലിൽ പോകുന്നത് കാണാം. ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നിക്കി ജസ്സിന്റെ കൈ നോക്കിയപ്പോൾ ജസ്സിന്റെ കയ്യിലുള്ളത് ഗറിഗയുടെ ആ 2 ലക്ഷം US$ വില വരുന്ന വാച്ചാണ്. സോ ഇവിടെയാണ് ഫോക്കസ് എന്ന സിനിമ അവസാനിക്കുന്നത്.